റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മാ മിൻ അബ്ദിൻ യസ്തർഈഹില്ലാഹു റഈയതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏതെങ്കിലുമൊക്കെ ഒരു അടിമക്ക് ഭരണം നൽകുകയാണ്. കുറച്ചു പ്രജകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കീഴിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. യമൂത്തു യൗമ യമൂത്തു, അങ്ങനെ മരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവനത് മരിക്കുന്നു. ആ മരിക്കുന്ന വേളയിൽ വഹുവ ഗാശിൻ ലിറഈയതി, അവന്റെ പ്രജകളോട്, അവൻ ഭരിക്കുന്ന അവന്റെ കീഴിലുള്ള ആളുകളോട് അവൻ വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഇല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗം നിഷിദ്ധമാക്കിയിട്ടല്ലാതെ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഹദീസിൽ പറയുന്നത് മുസ്ലിം ഭരണാധികാരിയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെക്കുറിച്ചോ മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. മറിച്ച് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുള്ളത് ഇത് ഓരോ മനുഷ്യർക്കും ബാധകമാണ് എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലുക്കും റാഇൻ എന്നാണ്, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. വക്കുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതി, അവന്റെ കീഴിലുള്ള അവന്റെ പ്രജകളെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. ഒരു പുരുഷൻ അവന്റെ കീഴിലുള്ള അവന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവന്റെ കീഴിലാണ് അവിടെ ഭരണം നടക്കുന്നത്. ആ വിഷയത്തിൽ അവൻ വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ, ചതി കാണിച്ചിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ സ്വർഗം നിഷിദ്ധമാകാൻ അത് മതിയായതാണ്. ഈ കാലഘട്ടത്തിൽ എത്രയോ വാപ്പമാർ വീട്ടിൽ ഭരണമുള്ള ഭാര്യയെയും കുട്ടികളെയൊക്കെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ വലിയ വഞ്ചന കാണിക്കുന്നുണ്ട്. അതൊരു വഞ്ചനയാണെന്ന് അവൻ മനസ്സിലായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് അവന്റെ ഭാര്യയും അവന്റെ കുട്ടികളും എന്നുള്ളത് അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ലാഘവത്തോടുകൂടി കാണുകയാണ്. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാവരാഗ്രഹിക്കുന്നതും അല്ലാത്തതുമായ ദീനിന് നിരക്കുന്നതാണോ അല്ലേ എന്നൊന്നും ചിന്തിക്കാതെ എല്ലാം തുറന്നു കൊടുക്കുകയാണ്. കേബിൾ ടിവികൾ പോലെ അതുപോലെയുള്ള മറ്റ് പല വിനോദ പരിപാടികളാണ്, സംഗീതങ്ങളാകട്ടെ, അങ്ങനെയുള്ള ഹറാമുകളായ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വഴി തുറന്നു കൊടുക്കുകയാണ്. അവരുടെ ആണും പെണ്ണുമൊക്കെ ആയിട്ടുള്ള മക്കള് ആ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു ചിന്തയുമില്ല. അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൺകുട്ടികൾ അവരെവിടെയാണ് പോകുന്നത്, ആരുമായിട്ടാണ് സഹവസിക്കുന്നത്, എപ്പോഴാണ് തിരിച്ചു വരുന്നത്, എന്തൊക്കെ ദുശ്ശീലങ്ങൾ അവനുണ്ട്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവരെ അങ്ങ് കയറൂരി വിട്ടേക്കുകയാണ്. തൻ്റെ കീഴിലുള്ള ഭാര്യയും പെൺമക്കളും അവർ ഇസ്ലാമിക വേഷവിധാനങ്ങൾ ധരിച്ചിട്ടാണോ പുറത്തേക്ക് പോകുന്നത്, അതല്ല തോന്നിയതുപോലെ സമൂഹം നടക്കുന്നത് പോലെ നാടോടുമ്പോൾ അതുപോലെ ഓടുകയാണോ എന്ന് ചിന്തിക്കുന്നില്ല. തൻ്റെ പെൺമക്കൾ അവർ പല ആൺ വേഷങ്ങൾ കെട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. അന്യപുരുഷന്മാർക്കിടയിൽ സൗന്ദര്യ പ്രദർശനം നടത്തുന്നു, മേക്കപ്പുകൾ ധരിച്ചുകൊണ്ടും. ഇങ്ങനെയുള്ള പല ഹറാമുകൾ സഹോദരങ്ങളെ അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു. ഇതിനെല്ലാം ഉത്തരവാദിത്വമുള്ള വാപ്പ, വീട്ടിൽ അതിനുവേണ്ടി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗം നിഷിദ്ധമാക്കാനുള്ള കാര്യത്തിൽപ്പെട്ടതാണെന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അതിൽ വഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ദീനിയായ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, നിസ്കാരം പോലും പഠിപ്പിച്ചു കൊടുക്കാത്ത ആളുകളുണ്ട്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അറിയില്ല, അതിനെക്കുറിച്ചൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഭൗതികമായ വിജ്ഞാനങ്ങളെല്ലാം അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങളിലേക്കെല്ലാം അവർക്ക് ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു നിയന്ത്രണങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം സന്തോഷത്തിലാണ്, സഹകരണത്തിലാണ്, ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത രൂപത്തിൽ പെരുമാറുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കീഴിലുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും ചിന്തിക്കും. നമ്മൾ ഓരോരുത്തരും പേടിക്കണം. നമ്മുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഒരു വീഴ്ച കൊണ്ട് ഒരു ഹറാം അവിടെ സംഭവിക്കുന്നുണ്ടോ, നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വീഴ്ച കൊണ്ട് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നമ്മൾ കഴിവിൽപ്പെടാത്ത കാര്യം അല്ലാഹു തആല നമ്മെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ വീഴ്ച കൊണ്ട്, നമ്മുടെ അലംഭാവം കൊണ്ട്, നമ്മൾ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്
നമ്മുടെ വീട്ടിൽ ഹറാമുകൾ പ്രവേശിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഹറാമുകൾ ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വഴികേടുകളിലേക്ക് അവർ പോകുന്നുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, ഗൗരവമുള്ള കാര്യമാണ്. കാരണം അല്ലാഹു തആല നമുക്ക് ഏൽപ്പിച്ച അമാനത്തുകളാണ്. അതിൽ വഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗം നിഷിദ്ധമാക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരും ചിന്തിക്കണം. ഇത് പ്രത്യേകമായി ഇസ്ലാമിക ഭരണാധികാരിക്ക് മാത്രമുള്ള കാര്യമല്ല. കാരണം ചില വിഭാഗങ്ങൾ ഇതേപോലെയുള്ള ഹദീസുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ ഇസ്ലാമിക ഭരണാധികാരികളെ അളക്കാനുള്ള ഹദീസുകളായിട്ടാണ് ഇത് കാണുക. കണ്ടില്ലേ, ഭരണീയരോട് വഞ്ചന കാണിച്ചു, അവിടെ ഇന്നത് കൊണ്ടുവന്നു, അവിടെ ഇന്നത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ആ നാട്ടിൽ എന്തൊക്കെ ഹറാമുകളായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം അവൻ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവനവൻ്റെ ഉത്തരവാദിത്തത്തിൽ കൂടിപ്പെട്ട കാര്യമാണത്. ഓരോ വീട്ടിലും ഭരണാധികാരികളുണ്ട്. ഓരോ വീട്ടിലെ ഭരണാധികാരികൾക്കും അവരുടെ വീട്ടിൽ അവരുടെ പരിധിയിൽപ്പെട്ട ഒരു ഭരണപ്രദേശമുണ്ട്. ആ ഭരണപ്രദേശത്തുള്ള കാര്യങ്ങൾ അവൻ ഇസ്ലാമികമാക്കണം. ഇസ്ലാമിക ഗൃഹാന്തരീക്ഷം അവൻ്റെ വീടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. എന്നിട്ടാണ് അവൻ്റെ മഹല്ലുകളിലേക്കും നാടുകളിലേക്കും അത് വ്യാപിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് സഹോദരങ്ങളെ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അവരോട് വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വിഷയത്തിൽ വരുന്നതാണ്. ഒരു സ്ഥാപനം നടത്തുന്ന മേധാവിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അതിലുള്ള ആളുകളോട് വഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കപ്പെടുന്നതാണ്. ഏത് മേഖലയിലാകട്ടെ, സാമൂഹിക മേഖലകളിലാകട്ടെ, ഏത് മേഖലകളിലാകട്ടെ, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തത്തിൽ സഹോദരങ്ങളെ, അതിൽ നമ്മൾ വഞ്ചന കാണിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ മരണപ്പെടുന്നത് എങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. ഇതാണ് ഹദീസോട് ഉദ്ദേശിക്കുന്നത്. യമൂത്തു യൗമ യമൂത്തു വഹുവ ഗാശിൻ ലിറഇയതി, അവൻ മരണപ്പെടുന്ന ആ വേളയിൽ അവൻ ഈ അവസ്ഥയിൽ തന്നെയാണ്. അവനതിൽ നിന്ന് തൗബ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവൻ ആ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ അവൻ സ്വർഗം നിഷിദ്ധമാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.